അതിൽ 1 മുതൽ 4 വരെയുള്ള അധ്യായം പറയുന്നത് ചർച്ച് മുറിക്കപ്പെട്ടിരിക്കുന്നു, സഭ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പേരിൽ? മനുഷ്യൻ്റെ പേരിൽ. പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം. അവിടെയാണ് പോൾ പറയുന്നത്, വ്യക്തി അല്ല സഭയ്ക്കകത്ത് വലുത്, സഭയ്ക്കകത്ത് വലുത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് അല്ല ജീവൻ കൊടുത്തത്, അപ്പല്ലോസ് അല്ല രക്തം കൊടുത്തത്, കേഫാവല്ല ഈ സഭയ്ക്കു വേണ്ടി വില കൊടുത്തത്. വില കൊടുത്തത് ക്രിസ്തുവാണെങ്കിൽ സഭയ്ക്കകത്ത് വലുത് ക്രിസ്തു മാത്രം എന്ന് പറഞ്ഞാൽ ദൈവസഭ എന്നതൊരു വ്യക്തിയുടെയല്ല, ദൈവസഭ എന്നത് ക്രിസ്തുവിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പരമാധികാരം, ഇതിനകത്ത് റൂള്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ശക്തി മനുഷ്യൻ്റെ ശക്തിയല്ല, പണത്തിൻ്റെ ശക്തിയല്ല, അധികാരത്തിൻ്റെ ശക്തിയല്ല. ഇതിനകത്ത് വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന റൂൾ എന്തെന്നറിയുമോ? തിയോക്രാറ്റിക് റൂളാണ് ദൈവസഭയ്ക്കകത്ത് നടക്കേണ്ടത്. ദൈവസഭയ്ക്കകത്ത് മോണോപ്പൊളി നടക്കുന്നിടമല്ല ദൈവസഭ. ദൈവസഭ ഡെമോക്രസി നടക്കുന്നിടമല്ല, ദൈവസഭ തിയോക്രസി നടക്കുന്നിടവാ എന്ന് പറഞ്ഞാൽ വ്യക്തിയാധിപത്യത്തിൻ്റെ ഇടമല്ല ദൈവസഭ, ജനാധിപത്യത്തിൻ്റെ ഇടമല്ല ദൈവസഭ. ജനാധിപത്യത്തിൻ്റെ പ്രവണതകൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ടറി കൗൺസിലുകളുണ്ട്, അവിടെയാ ജനാധിപത്യം. ദൈവസഭകൾക്കകത്തു ദൈവാധിപത്യമാണ്. ഇത് മനുഷ്യൻ്റെ പദ്ധതിയല്ല, ഇത് മനുഷ്യൻ്റെ പ്ലാനല്ല, ഇത് മനുഷ്യഹൃദയത്തിനകത്ത് തോന്നിയതല്ല, ഇത് മനുഷ്യൻ്റെ പദ്ധതിക്കകത്ത് വിഭാവനം ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടക്കുന്ന റൂള് മനുഷ്യന്റെ റൂളല്ല, ഇതിനകത്ത് നടക്കുന്ന റൂള് സഭയ്ക്കായി ജീവൻ കൊടുത്ത ക്രിസ്തുവിന്റെ ആധിപത്യമാണ്.